ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു വെറൈറ്റി ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം വേണ്ടത് ഒരു കുപ്പിയുടെ അടപ്പും ഒരു കാർഡ്ബോർഡും. ഇനി അടുത്ത് നമുക്ക് സിമൻറ്റ് മണൽ കൂടെ മിക്സ് ചെയ്ത മിശ്രിതമാണ് ചാന്ത്. അപ്പം അത് സിമൻറ്റ് 1 മണൽ 1 എന്ന അളവിൽ എടുക്കുക. എത്ര ആവശ്യമുണ്ടോ അത്രയും 1+1 എന്ന അളവിൽ എടുക്കുക. അപ്പോൾ ആദ്യം ഒരു നിരപ്പിന് അടിയിൽ ചാന്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത വെള്ളം ചേർക്കാത്ത പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം, ഒരുപാട് ലൂസാണെങ്കിൽ. അപ്പോൾ അതും കൂടെ ഇടപ്പം അടിയിലത്തെ ചാന്ത് പെട്ടെന്ന് ഉണങ്ങും. എന്നിട്ട് അതിനൊന്ന് ഏതെങ്കിലും ഒരു പലവ പീസ് കൊണ്ടൊന്ന് തട്ടിയൊന്ന് നിരപ്പാക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്ക് പാസ്പോർട്ടിൻ്റെ ഒരു ബോക്സാണ്. ഞാൻ ബോക്സ് ഇല്ലാത്തോട്ട് പാസ്പോർട്ട് ഒരളവിൽ കട്ട് ചെയ്ത് 4 പീസ് ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രത്യേക അളവൊന്നുമില്ല ഇതിന്. നിങ്ങൾക്ക് എത്ര സൈസ് വേണോ, ചെടിച്ചട്ടി എത്ര സൈസ് വേണോ ആ ഒരു അളവിൽ നിങ്ങളൊരു ഉദ്ദേശ അളവിൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അടിയിൽ ഏകദേശം ഒരു 10 ഇഞ്ച് വീതിയും 8 ഇഞ്ച് പൊക്കവും ഉള്ള ഒരു ബോക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കറക്റ്റ് സ്ക്വയറും അല്ല, ഒരു സൈഡിൽ 6 ഇഞ്ച് വീതിയേ ഉള്ളൂ, ഫ്രണ്ട് കാണുന്ന സൈഡ് മാത്രം 10 ഇഞ്ച് വീതിയും. പൊക്കം 8 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു പൊക്കത്തിന് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പം സിമൻറ്റും തുണിയുമാണ്. അപ്പം സിമൻറ്റ് ഗ്രൗട്ടായിട്ട് വെള്ളം ഒരു മീഡിയം കട്ടി കലക്കിയിട്ട് തുണി അതിൽ നല്ലവണ്ണം മുക്കി എടുത്തതിന് ശേഷം നമ്മുടെ മണൽ നിറച്ച് അതിൻ്റെ ചിറ്റാതെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അതിൽ എത്ര ലെയർ തുണി വേണോ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. നല്ല കട്ടിക്ക് വേണമെങ്കിൽ നല്ല കട്ടിക്ക് ഒട്ടിക്കാം. എന്തായാലും ഒട്ടിക്കപ്പം കോട്ടൺ തുണി മാക്സിമം ഒട്ടിക്കാൻ ശ്രമിക്കുക, കാരണം കോട്ടണിലെ സിമൻറ്റ് പിടിക്കത്തുള്ളൂ. തുണി ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റ് പൊടിയാണ്. അപ്പം സിമൻറ്റ് പൊടി നമ്മുടെ തുണിയുടെ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം പറ്റിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ട ഒരു നിരപ്പുള്ള ടെയിലിൻ്റെ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്പറോ അലുമിനിയം റീപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇരുമ്പിൻ്റെ ആയിരുന്നാലും നല്ല ലെവലുള്ള അതെടുത്തിട്ട് അതിലൊരു കനം വയ്ക്കാൻ വേണ്ടി ഞാൻ വേറൊരു ടെയിലിൻ്റെ ഒരു 1/2 ഇഞ്ച് കനം ഉള്ളൊരു ചെറിയൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചിൻ്റെ മൂല സൈഡിൽ നമ്മൾ ആദ്യം എടുത്ത വലിയ പീസ് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അത് ആ മൂല സൈഡിൽ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് കനം വെളിയിലോട്ട് തള്ളി വയ്ക്കണം. എന്നിട്ട് ആ കനത്തിന് നമ്മുടെ ചാന്ത് ഒട്ടിച്ചെടുക്കണം. ചാന്ത് ഒട്ടിച്ചിട്ട് ചാന്ത് ഒരുപാട് ലൂസാണെങ്കിൽ മണലും പൊടിയും കൂടെ വെച്ച് നല്ലോണം ഉണക്കി കൊടുക്കുക. ഉണക്കി കൊടുത്തിട്ട് ആ നമ്മൾ 1/2 ഇഞ്ച് കനം വെച്ചേക്കുന്ന അതേ ലെവലിന് നമ്മുടെ ബാക്കി ചാന്തും കൂടെ കട്ട് ചെയ്ത് അവിടെ ഒരു മാർക്ക് ഇടുക. അപ്പോൾ ഇനി ഇപ്പുറ സൈഡും കൂടെ ഒരു മാർക്ക് ഇടാം. അവിടെയും 1/2 ഇഞ്ച് കനം നമ്മൾ രണ്ടാമത് എടുത്ത ടെയില് നമ്മുടെ ബോക്സിൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ വെളി സൈഡിൽ ഒരു ടെയിലിൻ്റെ പീസും കൂടെ വെക്കണം. അപ്പോൾ 1/2 ഇഞ്ച് കനം വെളിയിലോട്ട് തള്ളി നിൽപ്പുണ്ട്. അപ്പോൾ ആ കനത്തിന് ചാന്ത് ഒട്ടിച്ചിട്ട് അതിലും മണലും പൊടിയും നല്ലവണ്ണം വെച്ച് ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞിട്ട് അവിടെ ഒരു മാർക്ക് വെക്കണം. ബാക്കി ഉള്ളിലുള്ള ചാന്തും കൂടെ ഒട്ടിച്ചെടുത്തിട്ട് അവിടെയും മണലും പൊടിയൊക്കെ വെച്ച് ഒരു ലെവലുള്ള ഒരു ടെയിലിൻ്റെ പീസോ അല്ലെങ്കിൽ റീപ്പറോ കൊണ്ട് നമുക്ക് 2 സൈഡിൽ മാർക്ക് നോക്കി ബാക്കി തള്ളി നിൽക്കുന്ന ചാന്തൊക്കെ അറുത്ത് മാറ്റി കളയാം. അപ്പോൾ നമ്മൾ ചെയ്ത കണക്ക് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സൈഡിലും ഇതേ കണക്ക് തന്നെ 1/2 ഇഞ്ച് കനം 4 സൈഡിലും പിടിച്ചു വയ്ക്കുക. അപ്പോൾ അതേ കണക്ക് ചാന്തെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ കെട്ടുകമ്പിയോ അല്ലെങ്കിൽ നെറ്റോ എന്തെങ്കിലും കൊണ്ട് 4 സൈഡും വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. അപ്പോൾ കെട്ടുകമ്പിയൊക്കെ എല്ലാ സൈഡും ഞാൻ ചുറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നെറ്റ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കെട്ടുകമ്പി ഉപയോഗിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്ത അളവിലുള്ള ചാന്തി തന്നെ മൊത്തം
ഒരു അരയിഞ്ച് കനം വരത്തക്ക രീതിയിൽ എല്ലാ സൈഡും ഒന്ന് കരണ്ടിക്ക് തന്നെ തേച്ചൊട്ടിക്കുക. അതിൽ വേറെ നമുക്കിപ്പോൾ ലെവൽ ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഒട്ടിച്ച് എന്തുകൊണ്ടാണോ ഒട്ടിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ലെവൽ ചെയ്താൽ മതി കരണ്ടി കൊണ്ട് തന്നെ. കാരണം ഇനിയിപ്പം നമുക്ക് കല്ലിൻ്റെ ഒരു ഷേപ്പിൽ മൊത്തം വരച്ചെടുക്കേണ്ടതാണ്. അപ്പം വെളിയിലോട്ട് തള്ളി നിന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളെ കയ്യിലിരിക്കുന്ന കരണ്ടി മാത്രം മതി നമുക്ക് ആ കല്ലിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാനോ, അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ഏതെങ്കിലും കത്തിയോ മറ്റെന്തെങ്കിലും കൊണ്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനും വേറെ ഷേപ്പൊന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പം നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കല്ലിൻ്റെ അളവിന് അല്ലെങ്കിൽ കല്ലിൻ്റെ ഒരു ആകൃതിയിൽ അങ്ങ് വരച്ചെടുത്താൽ മതി. ഏകദേശം കല്ലിൻ്റെ ആകൃതിയിലൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പം അതിനകത്തൊക്കെ ഏകദേശം കുറച്ച് കല്ല് തള്ളിയിരിക്കുന്ന ഒരു ലുക്കിൽ നമുക്ക് അകത്തും കൂടെ ശകലിച്ച് ചാന്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് മരത്തിൻ്റെ തൊലി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറത്തെ കല്ലിൻ്റെ പുറത്തെ സൈഡിലുള്ള ഒരു ഗ്രിപ്പൊക്കെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഏകദേശമൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഇനിയൊരു 3 ദിവസം നല്ലവണ്ണം ഉണങ്ങാനും ഉണങ്ങുന്നതിനനുസരിച്ച് നല്ലവണ്ണം വെള്ളം നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. 3 ദിവസം. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അകത്തുള്ള മണലൊക്കെ കോരി മാറ്റാം. അകത്തുള്ള മണലൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത് നമുക്ക് വേണ്ടത് പെയിൻറ്റാണ്. പെയിൻറ്റ് ഞാൻ ഇവിടെ എടുക്കുന്നത് എല്ലാം ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഞാനിപ്പോൾ ഇത് കല്ലിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം വൈറ്റ് സിമൻറ്റോ അല്ലെങ്കിൽ സിമൻറ്റ് പ്രൈമറോ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെയിൻറ്റ് നേരിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അതിന് ആദ്യം എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ നീല കളർ പെയിൻറ്റാണ്. അപ്പോൾ നീലയാവുമ്പോൾ ആ ഉണങ്ങാൻ നേരത്തൊരു കല്ലിൻ്റെ ഡാർക്ക് കളറൊക്കെ കിട്ടും. കറുപ്പടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കല്ലിൻ്റെ ഒരു കളറൊക്കെ വരത്തക്ക രീതിയിൽ നമുക്ക് തോന്നുന്ന പെയിൻറ്റൊക്കെ വൈറ്റ്, യെല്ലോ, നീല, പിന്നെ ചുവപ്പ്, ഇത്രയും പെയിൻറ്റാണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ അത് ഒരു ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം റെഡും യെല്ലോവും കൂടെ മിക്സ് ചെയ്യപ്പോൾ രണ്ടും തുല്യ അളവിൽ എടുക്കാൻ ശ്രമിക്കരുത്, എന്നാൽ ഭയങ്കര ഓറഞ്ച് കളറായി പോവും. അപ്പം രണ്ടും കൂടെ കുറേശ്ശെ ബ്രഷിന് തന്നെ മിക്സ് ചെയ്ത് ഇപ്പം കല്ലിലടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കല്ലിൻ്റെ ഒരു കളറിൻ്റെ ഒരു കളർ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.